അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ ഹിന്ദുസേന രംഗത്തെത്തിയിരുന്നു. അജ്മീർ ദർഗ ശിവക്ഷേത്രമാണ് എന്നുള്ളൊരു അവകാശവാദമായിരുന്നു ഹിന്ദുസേന ഉന്നയിച്ചിരുന്നത്. ഈ ഹിന്ദുസേനയുടെ അവകാശവാദത്തിന് ആധാരമായിരിക്കുന്നത് 1911 ഒരു പുസ്തകമാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പുസ്തകമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ദർഗയുടെ സ്ഥലത്ത് നേരത്തെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നാണ് പുസ്തകത്തിലെ അവകാശവാദം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, സുപ്രീം കോടതി ഉത്തരവുണ്ട്. നേരത്തെ ഏത് തൽസ്ഥിതിയിലാണോ ഉണ്ടായിരുന്നത് അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ആ തൽസ്ഥിതി തന്നെ തുടരുക എന്നുള്ളതാണ് നയമെങ്കിൽ പോലും ഇത്തരം അവകാശവാദങ്ങൾ, കേസുകൾ, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ കൂടുതൽ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ എന്തൊക്കെ വിവരങ്ങൾ പറയുന്നു, ആരുടെ പുസ്തകമാണ്, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അജ്മീർ ദർഗയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവകാശവാദവുമായി സംഘടനകൾ എത്തിയിരിക്കുന്നത്. അജ്മീർ ദർഗയുടെ മേലുള്ള ഹിന്ദുസേനയുടെ അവകാശവാദം 1911 ഒരു പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ്. മറ്റു തെളിവുകളൊന്നും ഇവർക്ക് കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ പുസ്തകത്തിൽ ഈ അജ്മീർ ദർഗ നിന്നിരുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയെ സമീപിക്കുകയും ജില്ലാ കോടതി അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തത്. തുടർന്ന് ദർഗ കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഉൾപ്പെടെ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ കോടതി നടപടികൾ മുന്നോട്ട് പോകുക. അജ്മീർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന പുസ്തകമാണ് ഹിന്ദുസേന കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ജഡ്ജിയായി വിരമിച്ച ഹർബിലാസ് സർദയാണ് ഈ പുസ്തകം എഴുതിയത്. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഈ ദർഗയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദർഗ നിന്നിരുന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ മുമ്പ് പൂജയും ജലാഭിഷേകവും നടന്നിരുന്നു. ദർഗയിലെ നിലവറയിൽ ശിവന്റെ ചിത്രമുണ്ടെന്നാണ് പാരമ്പര്യ വിശ്വാസം. അവിടെ ഒരു ബ്രാഹ്മണ കുടുംബം സ്ഥിരമായി പ്രാർത്ഥന നടത്തിയിരുന്നു. ദർഗയുടെ 75 അടി നീളമുള്ള വാതിലിന്റെ നിർമ്മാണത്തിന് ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ശിവക്ഷേത്രമായിരുന്നു. അത് തെളിയിക്കാനായിട്ട് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തണമെന്നാണ് ഈ ഹർജിയിലൂടെ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ദർഗയുടെ നിലവറയിൽ ശ്രീകോവിലിന്റെ തെളിവുകളുണ്ടെന്ന് കൂടി ഈ പുസ്തകത്തിലൂടെ സർദാർ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ആധികാരികമായി കോടതി എടുക്കണം. അദ്ദേഹം ഒരു വിരമിച്ച ജഡ്ജിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നാണ് ഹിന്ദുസേനയുടെ അധ്യക്ഷൻ കോടതിയിൽ പറഞ്ഞത്. ഇത് മുഖവിലക്ക് എടുത്തുകൊണ്ടാണ് കോടതി വളരെ വേഗം തന്നെ ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചിരിക്കുകയും ചെയ്യുന്നത്. രാജ്യത്ത് വലിയ രീതിയിൽ ഇത്തരത്തിൽ മസ്ജിദുകൾക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും സംഭലിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധവും വെടിവെപ്പെല്ലാം നടന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം അജ്മീറിലെ ജില്ലാ കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും അജ്മീർ ദർഗയുടെയും എല്ലാം പ്രതികരണം ലഭിച്ചതിന് ശേഷമാകും കോടതി കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. എന്നാൽ ഹിന്ദുസേനയുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും ദർഗ കമ്മിറ്റി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇവർ പറയുന്നതിലൊന്നും ഒരു തരത്തിലുള്ള കഴമ്പുമില്ല എന്നുകൂടി ദർഗയുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിശദമായിട്ട് തന്നെ ഇതിന്റെ ഒരു മറുപടി ജില്ലാ കോടതിയിൽ നൽകാനായിട്ടാണ് ഇപ്പോൾ ദർഗ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഉറുസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദർഗയിൽ നടക്കാനിരിക്കുകയാണ് ഇത്തരമൊരു അവകാശവാദവുമായി ഹിന്ദുസേന രംഗത്തെത്തിയത്. ഇതിനു മുമ്പും ഇവർ സമാനമായിട്ടുള്ള ആവശ്യവുമായി കോടതിയിലെല്ലാം സമീപിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് കീഴ്ക്കോടതികളെല്ലാം ഈ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. തുടർന്നാണ് സിവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുമായി ഹിന്ദുസേന തന്നെ എത്തുകയും ആ കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള നിയമപോരാട്ടം ദർഗയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ പുസ്തകം മാത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു തെളിവുകളും ഇവർക്ക് ദർഗയുമായി ബന്ധപ്പെട്ട വലിയ നിയമ പോരാട്ടത്തിലേക്ക്, ഒരു വലിയ തരത്തിലുള്ള സംഘർഷങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്ന രീതിയിലാണ് ഹിന്ദുസേന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ കോടതിയിൽ ഒരു പുസ്തകത്തിലെ പരാമർശങ്ങളാണ് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഹിന്ദുസേന നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇനി പ്രാധാന്യം അർഹിക്കുന്നത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.